ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സ്കൂളില്ല, നമുക്ക് കളടേണ്ടത് പൂക്കളം. എവിടെ വിദേശനായിട്ട് കേട്ടോ. ഓ മൈ ഗോഡ്, $50. 50 അല്ലേ 500 $500 from ഡോളേഴ്സാ. നിങ്ങൾ ഇതുവരെ കണ്ടത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ദിവസത്തെ, അതായത് അത്തം പിറന്നേ പിന്നെയുള്ള ഒരു ദിവസത്തെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളും ചെറിയ ചെറിയ പണികളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പണികളുണ്ട്. ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണമല്ലോ. അപ്പോൾ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മേലെ പോയിട്ട് ലാഡറൊക്കെ എടുത്തു തന്നു. നമ്മുടെ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാനൊക്കെ ഒന്ന് തുടയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഫാനൊന്നും എപ്പോഴും തുടക്കില്ല, നമ്മൾ ചൂലുകൊണ്ട് തട്ടി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെയൊക്കെ നമ്മൾ അല്ലാണ്ട് പൊടിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ലാഡറിൽ കയറിയിട്ട് തുടയ്ക്കുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിനും ഒരു ടൈമില്ലാത്ത പോലെയാണ്. അതുകൊണ്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നമ്മൾ ഫാനിൻ്റെ പൊടി തട്ടണം കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ പൊടി കുറച്ച് പ്രശ്നമുണ്ട്, തുമ്മലൊക്കെ വരും. അമ്മ അപ്പോൾ മാസ്ക് ഇട്ട് നിൽക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ മാസ്ക് ഒന്നും ഇട്ടില്ലെങ്കിൽ മാസ്ക് ഇട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിലോ വിയർപ്പ്, അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഞാൻ ഭയങ്കര ഇറിറ്റേഷൻ വരും. അതുകൊണ്ട് ഞാൻ മാസ്ക് ഒന്നും ഇട്ടില്ല. അപ്പോൾ അതിനെ സഹായിക്കാനായിട്ടൊരു ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും വയ്യ. അപ്പോൾ എന്താ പറയുക, എനിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ അലമാര മുകളിലൊക്കെ പൊടി തട്ടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാർ പറഞ്ഞാൽ ചെയ്യും, പക്ഷെ അവർക്കതൊരു പണിയല്ലേ. പിന്നെ നമ്മുടെ കബോർഡിൻ്റെ മേലെയുള്ള ഭാഗം അവിടെയൊക്കെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അമ്മ അതിൻ്റെ ഇടയിൽ എനിക്ക് ലെമൺ ജ്യൂസ് കൊണ്ട് തന്നു കേട്ടോ. ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ പണികൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ദാഹം ഉണ്ടാവുക അല്ലേ. അങ്ങനെ ലെമൺ ജ്യൂസ് കുടിച്ചപ്പോൾ ഒരു സമാധാനമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മേലെയൊക്കെ നമ്മൾ എന്നും തുടയ്ക്കൊന്നുമില്ല. നമ്മൾ ഈ പെര തുടയ്ക്കുമ്പോഴാണ്, റൂമിൽ തുടയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ മേലൊക്കെ. എന്നാലും എപ്പോഴും അതിൻ്റെ മേലൊന്നും തുടയ്ക്കാറില്ല കേട്ടോ. അത് കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോക്കേസ് തുടയ്ക്കുക, ഷോക്കേസിലുള്ള സാധനങ്ങൾ തുടയ്ക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് വേഗം പൊടി കയറും. അപ്പോൾ നമുക്ക് പൊടി കാണുമ്പോൾ ഞാൻ തുടയ്ക്കാറുണ്ട്. എന്നാലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് തുടയ്ക്കുന്ന കാരണം അവിടെയും ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തു. അങ്ങനെ അടുത്തതായിട്ട് ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ആ പ്ലാന്റ് നിറയെ പൊടിയായിരുന്നു. അപ്പോൾ അതും എടുത്തൊന്ന് പുറത്ത് കൊണ്ട് കഴുകി വെച്ചു കേട്ടോ. തുടയ്ക്കാനൊന്നുമില്ല, അത് അങ്ങനെ തന്നെ വാഷ് ചെയ്ത് വെച്ചു. ഞാനപ്പോൾ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നേരെ അമ്മേൻ്റെ അടുത്തേക്ക് പോയി. കാരണം അവിടെ കുഞ്ഞൻ വെയിറ്റിംഗ് ആയിരുന്നു. കുഞ്ഞൻ നമ്മുടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിൽ. അപ്പോൾ ചിക്കൻ കറിക്ക് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ മീൻ കറിയും പിന്നെ വേറെ വഴുതനങ്ങ അതൊക്കെയായിരുന്നു ഇവിടുത്തെ കറികൾ. അപ്പോൾ ചിക്കൻ നിൽക്കുമ്പോൾ പിന്നെ ചിക്കനോടായിരിക്കും പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ചിക്കൻ കഴിച്ചു. അമ്മയ്ക്കാണെങ്കിൽ വ്രതമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദക്ഷക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദക്ഷക്കുട്ടീനായിട്ട് സൈക്കിൾ ചവിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ടാ. അമ്മയാണെങ്കിൽ സുംബ പ്രാക്ടീസിന് പോയിരിക്കുകയായിരുന്നു. ഓണം സെലിബ്രേഷൻ്റെ പ്രാക്ടീസ് അവിടെ എന്താ പറയുക ധൃതിയായിട്ടാണ് നടക്കുന്നുണ്ടെന്ന് അമ്മേൻ്റെ ഡ്രസ്സ് കണ്ടാൽ അറിയാം കേട്ടോ. കാരണം വേർത്ത് മുങ്ങിയിട്ടാണ് അമ്മ വരുന്നത്.
അപ്പോൾ കയ്യിലാണെങ്കിൽ നല്ല പഴംപൊരിയും പരിപ്പുവടയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആൻറ്റിയുടെ. വാങ്ങിക്കോ, ഞാൻ കാറ്റ് വെള്ളം അമ്മയുടെ റെസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കുന്നത്തിലേക്കാണ്. കുന്നത്ത് സൂപ്പർ മാർക്കറ്റിലാണ്, നമ്മൾ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ അവിടെ ക്രയോൺസും പെൻസിലൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ രാവിലെ ഞാൻ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് പോയതാണ്. ഇപ്പോഴാണ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കിടന്നുറങ്ങാൻ തോന്നും, നല്ല നീറ്റായിട്ട്. അപ്പോൾ ടേബിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബെഡും ടേബിളൊക്കെ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടതായിരിക്കില്ല, പിന്നെ കാണുമ്പോൾ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഗുഡ് ബൈ.